തലസ്ഥാനത്ത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ക്ഷേത്ര പരിസരത്ത് വിപുലമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്ന പോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വനിതാ സംഗമമാണ് മറ്റന്നാൾ നടക്കാൻ പോകുന്നത്. 60 ലക്ഷത്തിലധികം സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കുവാനുമായി തിരുവനന്തപുരത്ത് ആറ്റുകാലിലെത്തും എന്നാണ് കണക്കുകൂട്ടുന്നത്. എല്ലാവിധമായ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. ഈ ഞായറാഴ്ചയാണ് പൊങ്കാല നടക്കുക. തലസ്ഥാന നഗരിയിൽ നിന്നും ഞങ്ങളുടെ 24 പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുകയാണ്. ആറ്റുകാൽ പൊങ്കാല അതിൻ്റെ ഗരിമ ഒന്നും ചോർന്നു പോകാതെ പ്രേക്ഷകരിൽ എത്തിക്കുവാൻ വേണ്ടി അതിവിപുലമായ കവറേജാണ് 24 ഉറപ്പുവരുത്തിയിരിക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്ര നടയിൽ നിന്ന് സ്മിത ഹരിദാസും അതുപോലെ ക്ഷേത്ര കവാടത്തിന് മുന്നിൽ നിന്നും പ്രവിത ലക്ഷ്മിയും അതുപോലെ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്ന് ഗോപിക സുരേഷും നമുക്കൊപ്പം ചേർന്ന് കഴിഞ്ഞു. ആറ്റുകാൽ ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞു. വലിയ ജനത്തിരക്കാണ് ഈ ആറ്റുകാൽ ഭാഗത്തൊക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഉത്സവത്തിന് ഇത്തവണയും 60 ലക്ഷത്തിലധികം സ്ത്രീകൾ എത്തിച്ചേരും എന്ന സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ആറ്റുകാൽ അറിയപ്പെടുന്നത്. ആദ്യം നമുക്ക് സ്മിത ഹരിദാസിലേക്ക് പോകാം. സ്മിത ഹരിദാസ്, ആറ്റുകാലിൽ കഴിഞ്ഞ വർഷവും ആറ്റുകാലിൽ സ്മിത ഉണ്ടായിരുന്നു. ഇന്ന് എന്തൊക്കെയാണ് ആറ്റുകാലിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുന്നത്? പ്രേമലക്ഷ്മി, അതുപോലെ ഗോപിക സുരേഷ്, സ്മിത ഹരിദാസ്, നമസ്കാരം, പറഞ്ഞോളൂ. വിപുലമായ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ഇന്ന് കഴിഞ്ഞ് നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണ് പൊങ്കാല. പക്ഷെ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് പൊങ്കാല ദിവസത്തെ അതേ തിരക്ക് തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. സന്ധ്യയായപ്പോഴേക്കും തിരക്കങ്ങ് കൂടിയിരിക്കുന്നു. ഒരുപാട് പരിപാടികളുണ്ട്. ദീപാരാധന ഈ ഉത്സവ ദിനങ്ങളിൽ 12 മണിക്കാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ദീപാരാധന കണ്ടു തൊഴുവാൻ, എനിക്ക് തോന്നുന്നു ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ തന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ അന്നത്തെ ആ ഒരു ആ തിരക്കിൽ പെടാതിരിക്കാൻ വേണ്ടി ഒരുപാട് ദിവസങ്ങൾ മുമ്പേ തന്നെ ഇവിടെ എത്തുന്നു. ഓരോ ദിവസവും വന്ന് ദർശനം നടത്തി പോകുന്നവരുണ്ട്. എല്ലാ ദിവസവും ഇവിടെ താമസിച്ച് ദർശനം നടത്തുന്നവരുണ്ട്. ഈ കാഴ്ചകളിൽ നിന്ന് തന്നെ കാണാം. നമ്മൾ ഒരുപാട് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഒരു വശത്ത് നൃത്യങ്ങളും നാമജപങ്ങളും അങ്ങനെ നടക്കുന്നു. ദീപാരാധന ദേവിയെ ഒന്ന് കണ്ട് തൊഴാൻ വേണ്ടി സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരുഷന്മാരുടങ്ങുന്ന കുടുംബത്തിൻ്റെയും ഒക്കെ വലിയ നിര തന്നെ നമുക്കിവിടെ കാണാം. ഇതിനടുത്ത് തന്നെ നമ്മൾക്ക് പാട്ടുപുര കാണാം. അവിടെയാണ് 17-ാം തീയതി ഉത്സവം തുടങ്ങിയപ്പോൾ കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയത്. നമുക്കറിയാം, സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു പ്രത്യേകത തന്നെ കൊടിയേറ്റത്തിന് പകരം കാപ്പുകെട്ടാണ്. ദേവിക്കും മേൽശാന്തിക്കുമായി ദേവിയുടെ ഉടവാളിൽ നിന്ന് പഞ്ചലോഹത്തിൽ ഒരു നൂലിൽ ബന്ധിക്കുകയാണ് കാപ്പുകെട്ട്. ആ കാപ്പുകെട്ടി കുടിയിരുത്തിയിരിക്കുകയാണ് ഇവിടെ ദേവിയെ. ഓരോ ദിവസവും ദേവിയുടെ ചരിത്രം പറഞ്ഞിട്ടുള്ള പൂജകളുണ്ട്, തോറ്റം പാട്ടുണ്ട്. അതിൻ്റെ എല്ലാ ദൃശ്യങ്ങൾക്ക് നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വലിയ തിരക്ക് തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും പൊങ്കാല എന്ന് പറയുന്നത് പോലെയാണ് നമുക്കറിയാം, പകലൊക്കെ. അതുകൊണ്ട് തന്നെ സംവിധാനങ്ങൾ, ശുദ്ധജലം എത്തിക്കാനുള്ള ആറ്റുകാൽ ക്ഷേത്ര നടയിൽ നിന്ന് സ്മിത ഹരിദാസാണ് നമുക്കൊപ്പം ചേർന്നത്. ഇനി ക്ഷേത്ര കവാടത്തും ആറ്റുകാൽ ക്ഷേത്ര കവാടത്തിന് മുന്നിൽ പ്രവിത ലക്ഷ്മിയുണ്ട്. അപ്പോൾ പ്രവിത ലക്ഷ്മി കഴിഞ്ഞ വർഷവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവിത ലക്ഷ്മി, എന്തൊക്കെയാണ് വിവരങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്? കഴിഞ്ഞ വർഷവും ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് റിപ്പോർട്ട് ചെയ്യാനായി എത്തിയിരുന്നു തോന്നുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ എന്തൊക്കെയാണ് അനുഭവങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത്? ഇന്ന് ആറ്റുകാൽ ക്ഷേത്ര ഉത്സവത്തിന്റെ 7-ാം ദിനമാണ്. ഈ 7-ാം ദിനത്തിൽ തന്നെ ഇത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം ആൾത്തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഈ ക്ഷേത്രോത്സവത്തിന്റെ 9-ാം ദിവസത്തിലാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. ആ പൊങ്കാലയോടനുബന്ധിച്ച് പൊങ്കാല ഇടാനായി ഇപ്പം ഇതിനോടകം തന്നെ ഇവിടേക്ക് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല, ഈ സംസ്ഥാനത്തിന്റെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പൊങ്കാല അർപ്പിക്കാനായി ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തിരക്കാണിപ്പോൾ ഒപ്പം നമ്മുടെ പ്രേക്ഷകരും കാണുന്നത്. ഞാൻ ക്ഷേത്ര കവാടത്തിന് മുന്നിലാണുള്ളത്. ഇവിടെ കച്ചവടമൊക്കെ പൊടി പൊടിക്കുകയാണ്. നിറയെ ആളുകൾ എത്തിക്കൊണ്ടിരിപ്പുണ്ട്. അവരെല്ലാം ആദ്യം ആറ്റുകാൽ അമ്മയെ കണ്ട് തൊഴുതതിന് ശേഷമാണ് ഈ പൊങ്കാല അർപ്പിക്കാനായി പിന്നീടുള്ള ഒരുക്കത്തിലേക്കൊക്കെ കടക്കുന്നത്. അപ്പോൾ ആദ്യം അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ്. ക്ഷേത്ര ദർശനത്തിനായി കൂടുതൽ സമയമൊക്കെ അനുവദിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ തിരക്കൊക്കെ കണക്കിലെടുത്ത്. ഇനി നമുക്ക് ഈ വഴിപാണിഭക്കാരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം കച്ചവടം നടക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ ആറ്റുകാൽ പൊങ്കാല. പ്രത്യേകിച്ച് ഈ പൊങ്കാല അർപ്പിക്കാനുള്ള സാധന സാമഗ്രികളെല്ലാം വാങ്ങാൻ അത് അവിടെ നിന്നും കൊണ്ടുവരേണ്ട, അതായത് അവർ വരുന്ന ഇടങ്ങളിൽ നിന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അതെല്ലാം ഇവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം നല്ല തിരക്കിലാണ്. മാത്രമല്ല ഇത്തവണത്തെ ഒരു പ്രത്യേകത
കനത്ത ചൂടാണ്. എല്ലാ കൊല്ലവും ചൂട് ഉള്ള സമയത്ത് തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. പക്ഷേ ഇക്കൊല്ലം അങ്ങനെയല്ല. ഇപ്പോൾ ഫെബ്രുവരി 23 ആയിട്ടേ ഉള്ളൂ, 22 കഴിഞ്ഞു, 23 ആയിട്ടേ ഉള്ളൂ, മാർച്ച് തുടങ്ങിയിട്ടില്ല. അതിന് മുന്നേ തന്നെ അലേർട്ടുകൾ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ചൂടായിരിക്കും. ഈ ചൂടിനെ അവഗണിച്ചുകൊണ്ടാണ് ഭക്തർ ഇവിടോട്ട് എത്തുന്നത് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്. കൃത്യമായ സമയം ഇടവേളകളിൽ വെള്ളം കുടിക്കണം, ഒപ്പം തന്നെ ഭക്ഷണം കയ്യിൽ കരുതണം, ഇതെല്ലാം പറയുന്നുണ്ട്. കാരണം ചില ഭക്തരൊക്കെ ഭക്തിയുടെ ആ ഒരു ആവേശത്തിലൊക്കെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും തയ്യാറാവില്ല. പക്ഷേ ഈ കടുത്ത ചൂടിനെ അവഗണിക്കരുത് എന്ന് തീർച്ചയായും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് മാർഗനിർദ്ദേശം വരുന്നുണ്ട്. ഒപ്പം തന്നെ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവർക്ക് അവർ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും എല്ലാം എന്തൊക്കെ സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്കിവിടെ കുറച്ച് 24ന്റെ പ്രേക്ഷകർ, ചേച്ചി 24 കാണാറുണ്ടോ? ഉണ്ട്. ഇപ്പൊ നമ്മുടെ ലൈവാണ്. അപ്പം പൊങ്കാല ഇടാൻ എത്ര നാളായി ചേച്ചി വരുന്നു? ഞങ്ങൾ കുറേ വർഷം കൊണ്ട് വരുന്നുണ്ട്. സുഖമായിട്ട് അപ്പുറത്തൊരു വീട് എടുത്തിട്ടുണ്ട്. വീട്ടിലെല്ലാം സുഖമായിട്ടിരിക്കും. അപ്പൊ ദേവിയൊക്കെ ഒരു കണ്ടു. എവിടെയാണ് പൊങ്കാല ഇടുന്നത്? അതിനുള്ള സ്ഥലം കണ്ടെത്തി? വീടിന്റെ അപ്പുറം, ഈ അമ്പലത്തിന്റെ അപ്പുറത്തൊരു വീട്ടില്. ഇവിടെ തന്നെയാണ്? ഇവിടെ തന്നെ. അപ്പൊ കഴിഞ്ഞ തവണത്തേക്ക് അപേക്ഷിച്ച് ഇക്കൊല്ലത്തെ പൊങ്കാലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പ്രത്യേകത അല്ല, ചൂടൊക്കെ കൂടി വരികയല്ലേ? ഇവിടെ നല്ല ചൂടുണ്ട്. പിന്നെ പ്രത്യേകത വെച്ചാൽ ഇഷ്ടം പോലെ ആളല്ലേ, ആള് നല്ലപോലുണ്ട്. കാര്യങ്ങളൊക്കെ നല്ലതായിട്ടെല്ലാം നടക്കുന്നു. അങ്ങനെ 24 ഒരു പ്രേക്ഷക കൂടിയാണ് ആ ചേച്ചി. അപ്പോൾ പൊങ്കാല അർപ്പിക്കാൻ ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഇവരുടെ വീഡിയോയുടെ അടുത്ത് തന്നെയാണ്. നമുക്കിനി ഈ വഴിവാണിഭക്കാരോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാമെന്ന് തോന്നുന്നു. അവർക്ക് നല്ല തിരക്കിലാണ് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ചോദിക്കാം. ചേച്ചി, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പൊടി പൊടിക്കുന്നുണ്ടോ? അങ്ങനെയില്ല, കുഴപ്പമില്ലാതെ പോകുന്നു. ഓക്കെ, ഈ ചൂട് കൂടുന്നതുകൊണ്ട് ഈ വെള്ളത്തിനൊക്കെ നല്ല ആവശ്യക്കാരുണ്ടാവും അല്ലേ? തണുത്ത വെള്ളത്തിനായിരിക്കും അല്ലേ? എന്തൊക്കെ പാനീയങ്ങളാണ് ഇവിടെ ഉള്ളത്? അതെ, കുടിക്കാൻ ഇവിടെ സാധാ എപ്പോഴും റെഗുലർ ഐറ്റമാണ്. വേറെ സ്പെഷ്യൽ ഐറ്റം ഒന്നും ഇല്ല, എപ്പോഴും ഉള്ളതുപോലെ തന്നെ. അതെ, നാരങ്ങ വെള്ളം, സോഡ ലൈം, സോഡ സർബത്ത്, അതൊക്കെ ഉള്ളൂ. വേറെ സ്പെഷ്യൽ ഐറ്റം ഒന്നുമില്ല, റെഗുലർ ഐറ്റം. അതെ, ചേച്ചി നല്ല തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്, എല്ലാവരും നല്ല കച്ചവടക്കാരൊക്കെ നല്ല തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത്, മണ്ണിട്ടാൽ താഴാത്ത രീതിയിലേക്കൊക്കെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞത് 7ാം ദിവസമേ ആയിട്ടുള്ളൂ. നാളെയാണ് ഇനി തിരക്ക് കൂടുക. നാളെ ഈ സമയമൊന്നും ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ. ഇവിടെ മണ്ണിട്ടാൽ താഴാത്ത അത്ര ജനം ഇവിടേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. SKN. ഓക്കെ, താങ്ക് യു പ്രിയതലക്ഷ്മി. പ്രിയതലക്ഷ്മി നമുക്കൊപ്പം ചേർന്ന് ആറ്റുകാൽ ക്ഷേത്ര കവാടത്തു നിന്നാണ്. ഇനി തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലും നല്ല ജനത്തിരക്ക് അനുഭവപ്പെടുകയാണ്. മറ്റന്നാൾ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കിഴക്കേക്കോട്ട നഗരം ഒരുങ്ങുകയാണ്. ഗോപിക സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. ഗോപിക, അവിടെ നിൽക്കുമ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് ബ്യൂറോ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഗോപികയ്ക്ക് എന്തൊക്കെയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? SKN, സ്മിതയും പ്രവിതയും ഉള്ളത് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്താണ് എങ്കിൽ ഞാനിപ്പോൾ ഉള്ളത് ഈസ്റ്റ് ഭാഗത്താണ്. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഭാഗത്താണ്. ഈ നഗരവീഥികളൊക്കെ തന്നെ നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരവീഥികളൊക്കെ തന്നെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അടുപ്പ് കൂട്ടി തങ്ങളുടേതായ സ്ഥലം പിടിച്ച് ഇപ്പോൾ തന്നെ, മറ്റന്നാളാണ് ആറ്റുകാൽ പൊങ്കാല എങ്കിൽ കൂടിയും ഇപ്പോൾ തന്നെ തങ്ങളുടെ സ്ഥലം പിടിച്ച് കാത്തിരിക്കുന്ന ഭക്തരുടെ നീണ്ട നിരയാണ്. ഈ ഈസ്റ്റ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കച്ചവടക്കാരുടെ ഒരു നീണ്ട നിരയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മറ്റന്നാൾ പൊങ്കാലയാണ്. അപ്പോൾ ഈ പൊങ്കാല സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്നവരുടെ, പൊങ്കാല കലങ്ങളും ഒക്കെ വാങ്ങാൻ വരുന്നവരുടെ വലിയ തരത്തിലുള്ള തിരക്കാണ്. ചേച്ചി, പൊങ്കാല ഇടുന്നുണ്ടോ? അവരൊക്കെ തന്നെ ഏതായാലും സാധനങ്ങൾ വാങ്ങാനൊക്കെയുള്ള വലിയ തരത്തിലുള്ള തിരക്കിലാണ്. നമുക്കെന്തായാലും ഈ ചേട്ടനോട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം കുഴപ്പമില്ല. എന്തൊക്കെ സാധനങ്ങളാണ്? പൊങ്കാല കലമുണ്ട്, തവിയുണ്ട്, എന്തൊക്കെ സാധനങ്ങളാണുള്ളത്? പിന്നെ ചട്ടിയുണ്ട്, പിന്നെ പൊങ്കാല കത്തിക്കുന്നതിന് മുമ്പുള്ള ചിതാരയുണ്ട്. കച്ചവടം പൊടി പൊടിക്കുകയാണല്ലേ? കുഴപ്പമില്ല, ഇന്ന് കുഴപ്പമില്ല. ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ ഈ തരത്തിലുള്ള വാണിജ്യ രംഗത്ത് തലസ്ഥാന നഗരത്തിലെ ഇത്തരത്തിലുള്ള ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചൊക്കെ വലിയ സന്തോഷമാണ്. ഒരുപാട് സാധനങ്ങൾ, ഈ പൊങ്കാല കലങ്ങളൊക്കെ വിറ്റുപോകുന്ന കാഴ്ചയൊക്കെയാണ്. ഈ അവസാന ഘട്ട തിരക്കിലാണ് ഈ തലസ്ഥാന നഗരം ഉള്ളത്. കഴിഞ്ഞ വർഷം 5 ലക്ഷം പേരാണ് പൊങ്കാല ഇടാൻ എത്തിയത്. ഇത്തവണ ഞായറാഴ്ചയാണ് ആറ്റുകാൽ പൊങ്കാല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തും എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവും വേണ്ട. തലസ്ഥാന നഗരം അതിന്റെ സർവ്വസന്നാഹങ്ങളുമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. KSRTC അധിക സർവീസ് നടത്തുന്നുണ്ട്. കൂടുതൽ ട്രെയിൻ സർവീസുകൾ ഉണ്ട്. നഗരത്തിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ഈ ബന്ധുക്കളെയൊക്കെ വീടുകളിലേക്ക് ക്ഷണിക്കാനുള്ള തിരക്കിലാണ്. ഇവിടെ ഏതായാലും കച്ചവടം പൊടി പൊടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്.
നമുക്ക് ഏതായാലും ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ചേച്ചി പൊങ്കാല ഇടുന്നുണ്ടോ ചേച്ചി? ഇടുന്നുണ്ട്. അമ്മ പൊങ്കാല ഇടുന്നുണ്ടോ? ഓ ഉണ്ട്. അപ്പൊ അവസാനഘട്ട ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് ഈ മൺകലങ്ങളൊക്കെ വാങ്ങാൻ വന്നതാണല്ലേ? അതെ, ഇഷ്ടമുള്ളതൊക്കെ കിട്ടിയോ? കൊറേയൊക്കെ കിട്ടി. എത്ര വർഷമായിട്ട് ഇടുന്നുണ്ട്? ഒരുപാട് വർഷം കൊണ്ടുണ്ട്. ഇവിടെ അടുത്ത വീട്. ഏതായാലും നമുക്ക് ഈ കച്ചവടം ഒക്കെ പൊടി പിടിക്കുന്ന കാഴ്ചയാണ്. ഈ ചേച്ചിയോട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ചേച്ചി കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ നടന്നു പോവാണ്. അടിപൊളിയാണല്ലേ? 24 കാണാറുണ്ടോ? 24 കാണാറുണ്ടോ? കുഴപ്പമില്ല. ഏതായാലും കച്ചവടമൊക്കെ പൊടി ഓടിക്കട്ടെ കേട്ടോ. ഏതായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം 5 ലക്ഷം പേരാണ് ഈ ആറ്റുകാൽ പൊങ്കാല ഇടാൻ എത്തിയതെങ്കിൽ ഇത്തവണ ഞായറാഴ്ച ആയതുകൊണ്ട് കൂടുതൽ പേർ എത്തും എന്ന് തന്നെ നമുക്ക് താങ്ക് യു. ഗോപിക സുരേഷ് ആണ് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.